നമസ്കാരം. ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലരിലും പലതരത്തിലായിരിക്കും. ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന അസഹ്യമായ വയറുവേദനയായിരിക്കും. വേദന സഹിക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ മിക്കവരും വേദന സംഹാരികളാണ് അഭയം തേടുക. എന്നാൽ ഇവയൊന്നും മിക്കപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശമൊന്നും ഇല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി നേരിട്ട് വാങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഭാവിയിൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഇനി ഈ ആർത്തവ രക്തം പുറന്തള്ളാനായിട്ട് ഗർഭപാത്രം സങ്കോചിക്കുമ്പോഴും രക്തത്തോടൊപ്പം ഗർഭപാത്രത്തിൻ്റെ ആവരണം പുറത്തേക്ക് പോകുമ്പോഴൊക്കെ സംഭവിക്കുന്ന ശാരീരിക വ്യതിയാനങ്ങളാണ് ഈ ആർത്തവ വേദനയ്ക്ക് കാരണം. ആർത്തവവേദന കുറയ്ക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ ആർത്തവം തുടങ്ങുന്നതിന് ഒരാഴ്ച മുൻപ് മുതൽ ഉണക്കമുന്തിരി കുതിർത്തതും കുങ്കുമപ്പൂവും കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഈ പഴുത്ത പപ്പായ കഴിക്കുന്നത് തടസ്സമില്ലാതെ ആർത്തവരക്തം പുറത്തേക്ക് പോകുന്നതിനും വേദന കുറയ്ക്കാനൊക്കെ സഹായിക്കും. കൂടാതെ ഈ ഡേറ്റിന് ഒരു 3-4 ദിവസം മുന്നേ തന്നെ വിരേചനം അല്ലെ വയറിളക്കുന്നത് നല്ലതാണ്. തുളസിയിലയോ അല്ലെ പുതിനയിലയോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമോ ചായയോ ഒക്കെ കുടിക്കാം. ഇഞ്ചി ചായ തേൻ ചേർത്ത് കുടിക്കുന്നതും വേദന കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഒരു 3-4 സ്പൂൺ ഉലുവ അല്ലെങ്കിൽ എള്ള് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അര ഗ്ലാസ്സായിട്ട് വറ്റിച്ച് ഒരു 3-4 പ്രാവശ്യം കുടിക്കുന്നതും വേദന ശമിപ്പിക്കും. ആർത്തവം തുടങ്ങുന്നതിന് ഒരു 2 ദിവസം മുമ്പ് മുതൽ ആർത്തവത്തിൻ്റെ 3-ാം ദിവസം വരെ ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടി 2 നേരം തേനിച്ചാലിച്ച് കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഈ ഭക്ഷണശൈലി ക്രമീകരിക്കുന്നതിലൂടെയും ആർത്തവവേദന കുറയ്ക്കാം. അതായത് ഈ ജങ്ക് ഫുഡ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. പകരം ചെറിയ മീനുകൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചെറിയ രീതിയിലുള്ള എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ ഒക്കെ ശീലമാക്കുക. ഇവയെല്ലാം ആർത്തവ സമയത്ത് അസഹ്യമായ വേദന കുറയ്ക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും.